എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടി ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1/2 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പാണ്. അതായത് ഈ ഒരു പരിപ്പ് കറിയൊക്കെ വയ്ക്കുന്ന പരിപ്പില്ലേ, ഈ ഒരു പരിപ്പാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും. പിന്നെ ഈ ഒരു പരിപ്പ് വന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. ഒരു വിസിലൊക്കെ വരുമ്പോൾ തന്നെ പരിപ്പ് പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ബാക്കി ചേരുവയും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടി കുഴഞ്ഞ് വെന്തുടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ പരിപ്പെല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുരിങ്ങയിലയാണ്. ഞാനിപ്പോൾ ഇവിടെ നല്ല ഒരു പിടി മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുരിങ്ങയിലേക്ക് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം നല്ലതാണ്. മുരിങ്ങയില നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുരിങ്ങയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് വെന്തുടഞ്ഞു പോകും. അപ്പോൾ മുരിങ്ങയിലൊന്നും അങ്ങനെ ഉടഞ്ഞു പോകണ്ട, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് 2 മിനിറ്റ്, ആ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുരിങ്ങയിലയെല്ലാം ആവശ്യത്തിന് വെന്ത് കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. തേങ്ങ അരച്ച് ചേർത്തില്ല എന്ന് വെച്ചിട്ട് കറി അങ്ങനെ ഒരുപാട് ലൂസായിട്ടൊന്നും പോവില്ല. പരിപ്പൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു മുരിങ്ങയില കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മസാലകളൊക്കെ നമ്മൾ താളിക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു മണ്ഡലകാലമൊക്കെ തുടങ്ങുന്ന സമയത്ത് വ്രതമൊക്കെ എടുക്കുന്നവർക്ക് എന്നും വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻ കറികളൊക്കെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയിലയെല്ലാം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല, നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നാടൻ കറി ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്, വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക്. എണ്ണയെല്ലാം നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 2-3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. വറ്റൽമുളകും നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 10 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി ഇല്ലയെന്ന് വരികിൽ മാത്രം സവാള ചേർത്ത് കൊടുക്കുക കേട്ടോ, മാക്സിമം കുഞ്ഞുള്ളി ചേർക്കാൻ നോക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാകും, ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു കറി വന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് നല്ലപോലെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരും. ഞാനിപ്പോൾ ഇവിടെ തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ മുരിങ്ങയില കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊന്നും അരച്ച് ചേർത്തില്ലെങ്കിൽ പോലും നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്.
അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ.